ഇത് ഇന്ത്യയിലാണ്, തൊടുപുഴയില്. ഞങ്ങൾ ഇന്നൊരു ഫാമിലി ട്രിപ്പിൽ പോവാൻ. ഇതാണ് ഞങ്ങളുടെ കസിൻസ്. ഞങ്ങള് ഗ്രീൻബർഗ് എന്ന റിസോർട്ടിലാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് പോണത്. ഹലോ. ഓഗസ്റ്റിൽ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഫാമിലിയും ഒത്ത് ഒരു ഡേ ഔട്ടിങ്ങിന് പ്ലാൻ ചെയ്തതാണ് ഗ്രീൻബർഗ് റിസോർട്ട്. കുളമാവുള്ള ഗ്രീൻബർഗ് റിസോർട്ട് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 8 അഡൽട്സും 4 കിഡ്സും അടങ്ങുന്ന ഒരു ഡേ പാക്കേജിനാണ് ഞങ്ങൾ ഗ്രീൻബർഗ് റിസോർട്ടിൽ വിളിച്ച് ബുക്ക് ചെയ്തത്. റിസോർട്ടിലെത്തി നല്ല ചൂടുള്ള ലൈം ടീ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾക്കായിട്ടുള്ള ഗൈഡിനെ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം എന്തായാലും മഴയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു റെയിൻ കോട്ട് വീതം വാങ്ങി. കാരണം കുറേ ആക്ടിവിറ്റീസ് ഇല്ലേ, എന്തായാലും ഇന്ന് ബുക്ക് ചെയ്തു, അപ്പം നമ്മളതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ കുടയും പിടിച്ചൊന്നും നടക്കില്ല. ആദ്യം ഞങ്ങൾ പോയത് ഒരു ട്രെക്കിങ്ങിനാണ്. നല്ല കാറ്റും മഴയത്തുള്ള ഈ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടായിരുന്നു. റെയിൻ കോട്ടിൻ്റെ സഹായത്തോടെ ഈ ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഗൈഡ് ഞങ്ങളെ അവിടെ അടുത്തുള്ള ഫാമിലേക്കാണ് കൊണ്ടുപോയത്. മഴയുള്ള ദിവസമാണെങ്കിലും ഞങ്ങളെ കൂടാണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. തിരക്കധികം വരാത്ത രീതിയിൽ ഗൈഡ് ഓരോ ലൊക്കേഷനും മാറിയായിരിക്കും ഓരോ ടീംസിനെയും കൊണ്ടുപോകുന്നത്. ഫാം വിസിറ്റിന് ശേഷം ഞങ്ങൾ എല്ലാവരും ലഞ്ചിനായിട്ട് കഫറ്റീരിയയിലേക്ക് പോയി. വളരെ വിഭവസമൃദ്ധമായ ലഞ്ചായിരുന്നു. ലഞ്ചിന് ശേഷം കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ തന്നെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂളും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയായതുകൊണ്ട് പിന്നെ പൂളിലേക്കൊന്നും ഇറങ്ങാൻ പോയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ഇൻഡോർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്തി. ഇവിടെ ടി ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ ചെസ്സും ചെക്കേഴ്സും അങ്ങനെ ഇൻഡോർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പല ഗെയിംസും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അഡ്വഞ്ചർ കോഴ്സുള്ള ഏരിയയിലേക്ക് എത്തി. അഡ്വഞ്ചറിൻ്റെ പല ലെവലുള്ള ഷോട്ട്സ് ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല മഴയത്ത് പാഡിൽ ബോട്ടും കൂടെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ആ എക്സ്പീരിയൻസും കൂടെ ഞങ്ങൾക്ക് അന്ന് കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.